അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരിക്കലൊരു സൂഫി ഗുരു തൻ്റെ ചെറുപ്പക്കാരനായ ശിഷ്യനെ വിളിച്ചിട്ട് അവൻ്റെ കയ്യിലൊരു ചെരാത് കത്തിച്ചു കൊടുത്തു. എന്നിട്ട് തൊട്ടടുത്തുള്ള തോട്ടത്തിലേക്ക് പ്രവേശിക്കാൻ ആവശ്യപ്പെട്ടു. വൈകുന്നേരം വരെ നടന്നു കാണാനും മാത്രമുള്ള കാഴ്ചകൾ ആ തോട്ടത്തിലുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് വൈകിട്ട് തിരിച്ചെത്തണം. പക്ഷെ ഒരു നിബന്ധന, കയ്യിലുള്ള വിളക്ക് കെട്ടുപോകരുത്. ഈ ചെറുപ്പക്കാരൻ ശിഷ്യൻ നേരെ തോട്ടത്തിലേക്ക് പ്രവേശിച്ചു. മനോഹരമായ തോട്ടമാണ്. ഒരുപാട് ഫലമൂലാദികളും നിറയെ കാഴ്ചകളുമൊക്കെയുള്ള ആ തോട്ടത്തിലൂടെ നടന്ന് അത്രമേൽ വിശാലമായ പ്രദേശമായിട്ടും പറഞ്ഞ സമയത്തിന് വളരെ മുമ്പേ തന്നെ അയാൾ തിരിച്ചെത്തി. കയ്യിലുള്ള വിളക്ക് കെട്ടുപോയിരുന്നില്ല. അതത്രയും ശ്രദ്ധിച്ചിട്ടാണ് അയാൾ നടന്നത്. ഗുരു പിറ്റേന്ന് ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നലെ നീ എന്തൊക്കെ കാഴ്ചകളാണ് തോട്ടത്തിൽ കണ്ടത്, അതൊന്ന് പറയണം. അപ്പോൾ ഈ ശിഷ്യൻ, ഞാനൊന്നും കണ്ടില്ല, എൻ്റെ ശ്രദ്ധ മുഴുവൻ ഈ വിളക്ക് കെട്ടുപോകരുതല്ലോ എന്നതിലായിരുന്നു. അപ്പോൾ ഗുരു പറഞ്ഞു, അത് ശരിയാവില്ല. തോട്ടം കാണണം, അനുഭവിക്കണം, കയ്യിലുള്ള വിളക്ക് കെട്ടുപോകാനും പാടില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇന്നൊന്നുകൂടി പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേന്നും ശിഷ്യൻ പുറപ്പെട്ടു. ആ ഒരു നടത്തത്തിലാണ് അയാൾ ഈ തോട്ടത്തിൻ്റെ ഭംഗി യഥാർത്ഥത്തിൽ കാണുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ സ്വാദിഷ്ടമായ ഫലമൂലാദികൾ, ഒട്ടേറെ വർണ്ണങ്ങളിലും സൗരഭ്യത്തിലുമുള്ള പുഷ്പങ്ങൾ, സുന്ദരികളും സുന്ദരന്മാരുമായിട്ടുള്ള മനുഷ്യർ, അരുവികൾ, ആറുകൾ, നല്ല കാറ്റ്, സംഗീതം പൊഴിക്കുന്ന പക്ഷികൾ, അതോടൊപ്പം തന്നെ ഇലകളുടെയും വെള്ളത്തിൻ്റെയും ഒക്കെ മർമ്മരങ്ങൾ, ഇങ്ങനെ കണ്ണിനും കാതിനും മനസ്സിനും കുളിര് പകരുന്ന ഒരുപാട് കാഴ്ചകളിലൂടെയാണ് അയാൾ അന്ന് സഞ്ചരിച്ചത്. അതിലൊക്കെ മുഴുകി മതിമറന്ന് നടക്കുന്നതിനിടയിൽ എപ്പോഴോ ഒരു കാറ്റ് വന്ന് ആ വിളക്ക് കെട്ടുപോയി. വൈകുന്നേരം വളരെ താമസിച്ചാണ് അയാൾ തിരിച്ചെത്തിയത്. ഗുരുവിനോട് പറഞ്ഞു, ഗുരു, ഞാൻ കാഴ്ചകളൊക്കെ കണ്ടു, പക്ഷേ എൻ്റെ വിളക്ക് കെട്ടുപോയി. അപ്പോൾ ഗുരു പറഞ്ഞു, യഥാർത്ഥത്തിൽ ആദ്യം പഠിക്കേണ്ട ഒരു പാഠം ഇതാണ്. ഈ ലോകമെന്ന് പറഞ്ഞാൽ അറിയാനും അനുഭവിക്കാനും ആസ്വദിക്കാനും ഉള്ളത് തന്നെയാണ്. പക്ഷേ കയ്യിലുള്ള ഈ വിളക്ക് പ്രധാനമാണ്. ഈ വിളക്ക് കെട്ടുപോകരുത്. യഥാർത്ഥത്തിൽ വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ വലാ തഖറബാ ഹാദിഹി ഷജറ എന്ന് ആദമിനോട് അള്ളാഹു പറയുമ്പോഴും ഇത് തന്നെയാണ് അർത്ഥമാക്കുന്നത്. ഈ തോട്ടത്തിൽ ഇക്കാണുന്ന സകല ഫലമൂലാദികളും നിങ്ങൾക്ക് ഭക്ഷിക്കാനുള്ളത് തന്നെയാണ്. നിങ്ങൾക്ക് ഭക്ഷിക്കാൻ വേണ്ടി ഞാൻ തന്ന വിഭവങ്ങൾ നിങ്ങൾ അനുഭവിക്കുക തന്നെ വേണം. പക്ഷേ ആ ഒരു അതിരിനപ്പുറത്തുള്ള മരത്തെ സമീപിക്കരുത് എന്ന് പറയുമ്പോൾ, അതിൻ്റെ വിശദാംശങ്ങളൊക്കെ മുമ്പൊരു പ്രഭാഷണത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ ആ അതിര് ശ്രദ്ധിക്കുക. അതാണ് നിങ്ങളെ നിങ്ങളായി നിലനിർത്തുന്നത്. അങ്ങനെ പറയുമ്പോൾ അതിനിപ്പുറത്തുള്ളതെല്ലാം അനാശാസ്യമാണെന്നോ മോശമാണെന്നോ ഉള്ള ഒരു തെറ്റിദ്ധാരണയും ഉണ്ടാവേണ്ടതില്ല എന്ന് തന്നെയാണ് ഉറപ്പിച്ച് പറയുന്നത്. പ്രലോഭനത്തിന് വഴങ്ങി ആദം വിലക്കപ്പെട്ട മരത്തിൽ നിന്ന് കനി ഭക്ഷിച്ചപ്പോൾ പോലും തുടർന്ന് മേലിൽ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഒരു കനിയും ഭക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പടച്ചതമ്പുരാൻ പറഞ്ഞില്ല. അപ്പോഴും ആ അതിരിനിപ്പുറത്തുള്ളതെല്ലാം തന്നെ മനുഷ്യന് ആസ്വാദ്യമാണ് എന്ന നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ കയ്യിലുള്ള വിളക്ക്, ആ ധാർമ്മികതയുടെ വിളക്ക് കെട്ടുപോകാതിരിക്കുക. അത് കെട്ടുപോകാതെ സൂക്ഷിക്കുന്നതിൽ മനുഷ്യൻ അനുഭവിക്കുന്ന ഒരാനന്ദമുണ്ട്. അതോടൊപ്പം തന്നെ ഈ ലോകം അത് ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നതിലൂടെ മനുഷ്യൻ അറിയുന്ന ആഹ്ലാദങ്ങളുണ്ട്. ഇത് രണ്ടും പ്രധാനമാണ് എന്ന നിലപാടിലൂടെയാണ് ഇസ്ലാം മുന്നോട്ട് പോകുന്നത് എന്ന് കാണാം. വിശുദ്ധ ഖുർആൻ നേർക്കുനേരെ തന്നെ പ്രസരിപ്പിക്കുന്ന ഈ ആശയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണല്ലോ അലിയ ഇസ്സത്ത് ബെഗോവിച്ച് ഇസ്ലാം ബിറ്റ്വീൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് എന്ന പുസ്തകത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതൊരടിസ്ഥാനമാണ്, അതിൻ്റെ ലളിതമായൊരടിസ്ഥാനം. അതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഉരുക്കഴിക്കുന്നത് ഒരുപാട് തത്വചിന്തകളാണ്.
നോമ്പിനെ സംബന്ധിച്ച് അദ്ദേഹം നടത്തുന്ന ഒരു പരാമർശമുണ്ട്. ഇസ്ലാമിലെ വ്രതം, നോമ്പ്, സൗം എന്ന അറബി പദം യഥാർത്ഥത്തിൽ നിയന്ത്രണത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതൊരിക്കലും തന്നെ വൈരാഗ്യത്തെ സൂചിപ്പിക്കുന്നില്ല. നിയന്ത്രണത്തെ സൂചിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ വൈരാഗ്യത്തിൻ്റെ വശമുണ്ട്, എന്നാൽ അതിനപ്പുറം ആസ്വാദനത്തിൻ്റെ, ഭൗതികാസ്വാദനത്തിൻ്റെ വശവുമുണ്ട്. അത് വെച്ചുകൊണ്ട് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത് യൂണിയൻ ഓഫ് അസറ്റിസിസം ആൻഡ് ജോയ് എന്നാണ്. യൂണിയൻ ഓഫ് അസറ്റിസിസം ആൻഡ് ജോയ്, അത് സന്യാസത്തിൻ്റെയും ഭൗതികാനന്ദത്തിൻ്റെയും ഒരു സമന്വയമാണ്. ഒരു ഹദീസ് ഓർമ്മ വരികയാണ്. പ്രവാചകൻ പഠിപ്പിക്കുന്നത് നോമ്പുകാരന് 2 സന്തോഷങ്ങളുണ്ട്. 2 സന്തോഷങ്ങൾ. ഇത് രണ്ടും നോമ്പുകാരൻ അനുഭവിച്ചിരിക്കണം എന്നാണ്. ഒന്ന്, പകലറുതിയിൽ പട്ടിണി കിടന്ന് ശരീരത്തെ ഒരല്പമൊന്ന് ക്ഷീണിപ്പിച്ച് വിശപ്പും ദാഹവും അനുഭവിച്ച് അതിൻ്റെ പേരിൽ കൂടുതൽ ആത്മശാന്തി നേടുമ്പോൾ, ആ ഒരു ആത്മശാന്തിയോടുകൂടി, ആ ഒരു ശുദ്ധിയോടുകൂടി ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. ദൈവത്തെ കണ്ടുമുട്ടുക എന്നത് തന്നെയാണല്ലോ യഥാർത്ഥത്തിൽ നോമ്പ്. നോമ്പ് എന്നതിന് സംസ്കൃതത്തിൽ ഉപവാസം എന്നൊരു പദമുണ്ടല്ലോ. ഉപസമീപേ വസതി ഇതി ഉപവാസ എന്നാണ്. ഉപസമീപേ വസതി ഇതി ഉപവാസ, ഏറ്റവും അടുത്തായിട്ട് താഴെ ഇരിക്കുക. ഉപസമീപേ, ഉപ എന്ന് പറയുമ്പം താഴെ, തൊട്ട് താഴെ ഇരിക്കുക. സമീപേ വസതി, അവിടെ ഇരിക്കുക. ദൈവവുമായുള്ള ഒരു സാമീപ്യത്തെയാണ്. അതുകൊണ്ടാണ് മറ്റൊരു ഹദീസിൽ അസ്സിയാമു ലീ എന്ന് പടച്ചതമ്പുരാൻ പറയുന്നതായിട്ട് പ്രവാചകൻ പറയുന്നു. അസ്സിയാമു ലീ, നോമ്പ് എനിക്കുള്ളതാണ്. മനുഷ്യരുടെ സകല കർമ്മങ്ങളും പടച്ചതമ്പുരാൻ്റെ പേരിലുള്ളതാണെന്നിരിക്കെ, അങ്ങനെയാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം എന്നിരിക്കെ, നോമ്പിനെക്കുറിച്ച് അത് പ്രത്യേകം പറയാനും കാരണം അതാണ്. അപ്പോൾ അത്രമേൽ ആത്മീയമായിട്ടുള്ള ആനന്ദം അനുഭവിക്കുന്നു എന്നത് ഒരു സന്തോഷം. മറുഭാഗത്ത് സമയമാകുമ്പോൾ കുടിക്കുന്ന വെള്ളം, അത് നമ്മുടെ ഞരമ്പുകളെ നനക്കുന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ കഴിക്കുന്ന ലഘുവായിട്ടുള്ളൊരു ഭക്ഷണം, അത് നമുക്ക് ഒരു ആനന്ദം പകരുന്നത് ഭൗതികാനന്ദമാണ്. അപ്പോൾ ഇത് രണ്ടും അതിൽ ചേരുന്നു എന്നതുകൊണ്ടാണ് നോമ്പുകാരന് 2 സന്തോഷം. യൂണിയൻ ഓഫ് അസറ്റിസിസം ആൻഡ് ജോയ് എന്ന് ഇസത്ത് ബെഗോവിച്ച് നോമ്പിനെ വിശേഷിപ്പിക്കാനും കാരണം അതാണ്. അപ്പോൾ ഇതൊരു മാതൃകയാണ്, അല്ലെങ്കിൽ ഒരു ഉദാഹരണം മാത്രമാണ്. ഇതിൻ്റെ മുകളിൽ തന്നെയാണ് ലളിതവും ഗഹനവുമായിട്ടുള്ള എല്ലാ തത്വങ്ങളെയും ഇസ്ലാം വികസിപ്പിക്കുന്നത് എന്ന് കാണണം. ഇസ്ലാം ബിറ്റ്വീൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് എന്ന പുസ്തകത്തിന് 2 ഭാഗങ്ങളാണുള്ളത് എന്ന് പറഞ്ഞിരുന്നല്ലോ. അതിലൊന്നാമത്തെ ഭാഗം പ്രെമിസസ്, കൺസിഡറേഷൻ അബൌട്ട് റിലിജ്യൻ, അഥവാ പരിസരം, പശ്ചാത്തലം, മതത്തെക്കുറിച്ച പരിഗണന. മലയാള വിവർത്തനത്തിൽ ആ ഖണ്ഡത്തിന് പൂർവപക്ഷം എന്നാണ് എഴുതിയിട്ടുള്ളത്. രണ്ടാമത്തെ ഭാഗം ഇസ്ലാം ബൈപോളാർ യൂണിറ്റി, ഇസ്ലാം അതിൻ്റെ ദ്വിധ്രുവ ഐക്യം, ഏകീകരണം അല്ലെങ്കിൽ ദ്വിധ്രുവത. ഇതാണ് 2 ഭാഗങ്ങൾ. ഇതിൽ 2ാം ഭാഗത്തിലെ 2ാമത്തെ അധ്യായം, അതിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ നോമ്പിൻ്റെ കാര്യം വരുന്നത്. ഇസ്ലാം ആൻഡ് റിലിജ്യൻ എന്നാണ് ആ അധ്യായത്തിൻ്റെ പേര്. അതിൽ തന്നെ ആദ്യ ഭാഗം അത് തുടങ്ങുന്നത് ബൈപോളാരിറ്റി ഓഫ് ദ 5 പില്ലേഴ്സ് ഓഫ് ഇസ്ലാം. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങൾ എന്നറിയപ്പെടുന്ന 5 അനുഷ്ഠാന രൂപങ്ങളുണ്ട്. ഇതിലുള്ള ആ ബൈപോളാരിറ്റി, അതാണ് അദ്ദേഹം അതിൽ സൂചിപ്പിക്കുന്നത്, അതിൽ വിശദീകരിക്കുന്നത്. അതാണ് ആ ഭാഗത്തിൻ്റെ തന്നെ പേര്. അദ്ദേഹം അതിൽ ഒരിടത്ത് പറയുന്നുണ്ട്, ദ ഹോൾ ഓഫ് ഇസ്ലാം ഈസ് അണ്ടർ ദ സൈൻ ഓഫ് ബൈപോളാർ യൂണിറ്റി. ഇസ്ലാമിൻ്റെ ഒരു സമഗ്രത തന്നെയും, അല്ലെങ്കിൽ ആകെ ഇസ്ലാം തന്നെയും ബൈപോളാർ യൂണിറ്റിയുടെ, ഈ ദ്വിധ്രുവ സമീകരണത്തിൻ്റെ, ഏകീകരണത്തിൻ്റെ അടയാളത്തിന് കീഴിലാണ്. തന്നെയുമല്ല, അതിൽ തന്നെ അദ്ദേഹം മറ്റൊന്നുകൂടി പറയുന്നുണ്ട്, ഇസ്ലാമിൻ്റെ സമഗ്രതയാർന്ന സംക്ഷേപ സംജ്ഞയാണ് ഈ ബൈപോളാർ യൂണിറ്റി, അബ്രിവേഷൻ ഓഫ് ഇസ്ലാം ആസ് എ ഹോൾ. വീണ്ടും പറയുന്നത് ഇസ്ലാമിൻ്റെ കോഡാണ്. ഇസ്ലാമിൻ്റെ കോഡും ഫോർമുലയും സൈഫറുമാണ്. ഇതാണ് അദ്ദേഹം പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്ലാമിനെ ഏത് നിലക്ക് ചിത്രീകരിച്ചാലും അതിൻ്റെ എല്ലാം തന്നെ ഈ പെർഫെക്ഷൻ കുടിക്കൊള്ളുന്നത് അതിൽ ഈ പറയുന്ന ബൈപോളാർ യൂണിറ്റി ആവിഷ്കരിക്കപ്പെടുമ്പോൾ മാത്രമാണ് എന്ന് അദ്ദേഹം തറപ്പിച്ച് പറയുന്നു. കേവലം ആത്മീയമായിട്ടുള്ള ഒരു ചിത്രീകരണവും ഇസ്ലാമിൻ്റെ ഈ സമഗ്രതയെ പ്രതിഫലിപ്പിക്കുന്നില്ല. അതോടൊപ്പം തന്നെ
ഭൗതികമായിട്ടുള്ള വശങ്ങളെക്കുറിച്ചുള്ള ചിത്രീകരണങ്ങളും ആ ഒരു സമഗ്രതയെ അടയാളപ്പെടുത്തുന്നില്ല. ബൈപ്പോളാർ യൂണിറ്റ് വരുമ്പോഴാണ് കൃത്യമായിട്ട് അത് ഇസ്ലാമാകുന്നത് എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. ഇത് പറഞ്ഞുകൊണ്ട് ഈ അധ്യായത്തിൽ അതിൽ ഈ 5 പില്ലേഴ്സിനെ കുറിച്ച് വിശദീകരിക്കുകയാണ്. പ്രത്യേകിച്ച് സ്വല, സക എന്നീ 2 പില്ലറുകൾ. മലയാളത്തിൽ നമ്മൾ സാധാരണ നിസ്കാരം എന്ന് പറയുന്ന സ്വല, അതുപോലെ സക എന്ന് പറയുന്ന ഒരു വലിയൊരു വാക്കാണ്. അതേസമയം തന്നെ അതിൻ്റെ ഏറ്റവും ലളിതവും ഏറ്റവും ചെറുതുമായിട്ടുള്ള അനുഷ്ഠാന രൂപം എന്ന് പറയുന്നത് ദാനമാണ്. അപ്പോൾ ഈ 2 സംഗതികളെ വിശദമായി വിശദീകരിച്ചുകൊണ്ട് മറ്റ് സംഗതികളെ ഒന്ന് പറഞ്ഞു പോകുന്നു, ആ ബൈപ്പോളാർ യൂണിറ്റിയെ അനുഷ്ഠാനങ്ങളിലൂടെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി. അതിൽ തന്നെ അദ്ദേഹം പ്രാർത്ഥനയെയും ശരീര ശുചിത്വത്തെയും ബന്ധപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് അതിൽ സ്ഥാപിക്കുന്നത് ഭൗതിക സാമൂഹിക ശ്രമങ്ങളുടെ അകമ്പടിയില്ലാതെ ആധ്യാത്മിക ശ്രമങ്ങളുമില്ല. ഭൗതിക സാമൂഹിക ശ്രമങ്ങളുടെ അകമ്പടിയില്ലാതെ ആധ്യാത്മിക ശ്രമങ്ങളുമില്ല. അതിൻ്റെ ഒരു മൊത്തം പ്രതിനിധാനമാണ് ഈ പറയുന്ന നിസ്കാരം. പ്രവാചകൻ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാക്രമമാണല്ലോ നിസ്കാരം. സാധാരണഗതിയിൽ പ്രെയർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സാധനമല്ലത്, അതിനപ്പുറത്താണ്. അതിനെക്കുറിച്ച് തന്നെയും പ്രവാചകൻ പറഞ്ഞിട്ടുള്ള ചില പാഠങ്ങൾ, ഒരുപാട് പാഠങ്ങളുണ്ട്. പ്രവാചകൻ ഭൂമി മുഴുവൻ പള്ളിയാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ വേണ്ടി സവിശേഷമായൊരു വിശുദ്ധ സ്ഥലം തേടി നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഭൂമി മുഴുവൻ വിശുദ്ധമാണ് എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ പള്ളി വേണമെന്നില്ല. പ്രവാചകൻ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രവാചകൻ ഉണ്ടാക്കിയ പ്രധാനപ്പെട്ട പള്ളി മദീനയിലെ പള്ളിയാണ്. ആ പള്ളി പക്ഷേ നിസ്കരിക്കാൻ മാത്രമുള്ള പള്ളി ആയിരുന്നില്ല. അതും ഇസ്ലാമിൻ്റെ ഒരു ജീവിത വീക്ഷണത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് കാണാം. മദീനയിലെ പ്രവാചകൻ്റെ പള്ളി, ആ പള്ളിയിലായിരുന്നു അവിടുത്തെ രാഷ്ട്രീയവും സാമൂഹികവും വ്യാവഹാരികവും സാംസ്കാരികവും ഒക്കെ ആയിട്ടുള്ള അബിസീനിയക്കാരുടെ നൃത്തപ്രകടനം പോലും നടന്നത് ആ പള്ളിയുടെ അങ്കണത്തിൽ വെച്ചാണ്. ആ നൃത്തവും അഭ്യാസ പ്രകടനങ്ങളുമൊക്കെ പ്രവാചകൻ തൻ്റെ പത്നി ആയിഷയോടൊപ്പം ഇരുന്ന് കണ്ടതായിട്ട് ഹദീസുകളിലൊക്കെ വായിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത്രമേൽ പ്രവാചകൻ്റെ വീടുകൾ പോലും ആ പള്ളിയോട് ചേർന്നിട്ടാണ്. ഇങ്ങനെയെല്ലാം തന്നെ ആ ഒരു ജീവിതത്തെ ഈ പള്ളിയെ അടയാളപ്പെടുത്തുന്നതായിട്ട് തന്നെ കാണാൻ സാധിക്കും. ഇപ്പോൾ പള്ളി നിസ്കരിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, നിസ്കാരത്തിന് പള്ളി വേണമെന്ന് നിർബന്ധമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീടുകളിൽ വെച്ച് രാത്രി നിസ്കാരങ്ങളിൽ ഏർപ്പെടും. അങ്ങനെ ഏർപ്പെടുന്നതിനെക്കുറിച്ച് വന്നിട്ടുള്ള ഹദീസുകളിൽ ഒന്ന്, കിടന്ന അതേ വിരിപ്പിൽ വെച്ച്, കിടന്ന വിരിപ്പ് എന്ന് പറഞ്ഞാൽ നബിയും പത്നിയും കൂടി കിടന്ന വിരിപ്പിൽ. ആയിഷ റളിയല്ലാഹു അൻഹയാണ് ആ സംഭവം വിവരിക്കുന്നത്. അപ്പോൾ നിസ്കരിക്കുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ അവിടെ കിടന്നിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ കാലുകൾ അദ്ദേഹത്തിൻ്റെ മുന്നിലായിരിക്കും. സുജൂദിലേക്ക് പോകുമ്പോൾ ഞാൻ കാലൊന്ന് മടക്കും, അദ്ദേഹം എൻ്റെ കാലിലൊന്ന് തട്ടും, അപ്പം ഞാൻ കാലൊന്ന് മടക്കും. വീണ്ടും അദ്ദേഹം ഉയരുമ്പോൾ ഞാൻ ചിലപ്പോൾ നിവർത്തും. വീണ്ടും സുജൂദിലേക്ക് പോകുമ്പോൾ അദ്ദേഹം കാല് ജസ്റ്റ് ഒന്ന് തട്ടും. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ അവരൊരുമിച്ച്, ഭാര്യയും ഭർത്താവും എന്ന നിലക്ക് അവരൊരുമിച്ച് കിടന്നിരുന്ന അതേ വിരിപ്പിൽ പ്രവാചകൻ നിസ്കരിക്കുന്നു. അപ്പം ഇങ്ങനെ ഇത് മനുഷ്യൻ്റെ ഇത്തരത്തിലുള്ള വ്യവഹാരങ്ങളുടെ പോലും വിശുദ്ധിയെയാണ് അടയാളപ്പെടുത്തുന്നത് എന്നും തിരിച്ചറിയേണ്ടതാണ്. അതുപോലെ തന്നെ നിസ്കരിക്കുമ്പോൾ ചെരുപ്പൂരി വെക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു പരാമർശമുണ്ട്. ചെരുപ്പഴിച്ച് വെക്കൽ യൂതന്മാർ ആവിഷ്കരിച്ച ഒരു രീതിയാണ്. കാരണം അത് ഈ നിസ്കാരം അല്ലെങ്കിൽ പ്രാർത്ഥന എന്ന് പറയുന്നതിനെ ജീവിതത്തിൽ നിന്ന് വേർപെടുത്തുന്നതിൻ്റെ ഒരു അടയാളമാണ്. നിങ്ങൾ ചെരുപ്പിട്ടിട്ടാണ് നിസ്കരിക്കേണ്ടത്. അത് കേവലം യൂതന്മാർ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങളിങ്ങനെ ചെയ്തോളിൻ എന്ന് പറയുന്നൊരു വർത്തമാനമല്ല. അതിനപ്പുറം ഇപ്പോൾ പള്ളിയിലേക്ക് നമ്മളൊരു കെട്ടിടത്തിൽ പോകുമ്പോൾ അവിടുത്തെ വൃത്തിയൊക്കെ വെച്ചിട്ട് അതൊക്കെ പരിഗണിച്ചിട്ട് ചെരുപ്പ് പുറത്തയച്ച് വെക്കാറുണ്ട്. പക്ഷേ അതേസമയം എവിടെ വെച്ചും നമുക്ക് നിസ്കരിക്കാം, ചെരുപ്പ് ധരിച്ചുകൊണ്ടാവാം. ചെരുപ്പഴിച്ച് വെക്കുക എന്നതിൽ വലിയ പുണ്യമില്ല. ചെരുപ്പഴിച്ച് വെക്കുന്നതോടുകൂടി ജീവിതം ഒന്ന് വേറെയാണ്, പ്രാർത്ഥനയൊന്ന് വേറെയാണ് എന്നുള്ള ഒരാശയമാണ് മനസ്സിൽ വരിക. അതുണ്ടാവാൻ പാടില്ല. ജീവിതം തന്നെയാണ് പ്രാർത്ഥന, പ്രാർത്ഥന തന്നെയാണ് ജീവിതം. ഇങ്ങനെ ചേർത്തുകൊണ്ടാണ് എപ്പോഴും പ്രവാചകൻ പഠിപ്പിക്കുന്നത് എന്ന് കാണാൻ കഴിയും. വീണ്ടും നമ്മൾ ഈ പുസ്തകത്തിലേക്ക് വരുമ്പോൾ വുളുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇസത്ത് ബെഗോവിച്ച് അവിടെ ക്ലീൻലിനെസ്സിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്, ശുചിത്വം. ഇവിടെ പ്രത്യേകം കാണേണ്ട ഒരു സംഗതി ക്ലീൻലിനെസ്സും ചാസ്റ്റിറ്റിയും തമ്മിലുള്ള വ്യത്യാസമാണ്. ചാസ്റ്റിറ്റി എന്ന് പറയുന്നത് ഒരു ശുദ്ധ മതസങ്കല്പമാണ്. ശുദ്ധി എന്ന് പറയുന്നത് അതങ്ങനെ വികസിപ്പിച്ചിട്ടാണ് സ്ഥാപിത മതങ്ങൾ
ജാതീയമായ ശുദ്ധാശുദ്ധങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നു. ഇതുപോലെ തന്നെ തീണ്ടാരി, തീണ്ടാപ്പാട്, സ്ത്രീകൾക്ക് ആർത്തവമുണ്ടാകുമ്പോൾ അത് അശുദ്ധമാണ് എന്ന് പരിഗണിക്കപ്പെട്ടിരുന്നു. രക്തത്തെ സംബന്ധിച്ച്, ആർത്തവത്തെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നത് അദൻ എന്നൊരു പദമാണ്. അദൻ എന്ന് പറഞ്ഞാൽ മാലിന്യം എന്നൊരർത്ഥമുണ്ട്. അതോടൊപ്പം തന്നെ അസ്വസ്ഥത, പ്രയാസം എന്നൊക്കെ അർത്ഥമുള്ള വാക്കാണ്. അത്രയും ലഘുവായിട്ടുള്ളൊരു പദമാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അതുപോലും ആ സന്ദർഭത്തിൽ അവർക്ക് കിട്ടേണ്ടതായൊരു പരിഗണനയെക്കുറിച്ച് പറയാൻ മാത്രമാണ്. അവർക്ക് ആ സമയത്ത് ചില ബാധ്യതകളിൽ നിന്ന് ഇളവ് നൽകിയിരിക്കുന്നു. പ്രവേശന വിലക്കല്ലത്, ഒന്നിലേക്കുമുള്ള പ്രവേശന വിലക്കല്ല, ഇളവുകളാണ്. ഇളവുകൾ ചിലത് കർശനമായി തന്നെ പാലിക്കണം എന്നത് ഇസ്ലാമിൻ്റെ നിർബന്ധമാണ് എന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറമുള്ള ശുദ്ധാശുദ്ധ സങ്കല്പങ്ങളൊന്നും അതിലില്ല. മനുഷ്യൻ താൽക്കാലികമായോ സ്ഥിരമായോ അശുദ്ധനാകുന്ന പ്രശ്നമേ ഇല്ല. വുളു എന്നത് ഒരു മതപരമായ പ്രവൃത്തിയാണെങ്കിൽ പോലും അതിലൂടെ ചെയ്യുന്നത് ശരീരം വൃത്തിയാക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ക്ലീൻലിനെസ് എന്ന പദം ഉപയോഗിക്കുന്നത് തന്നെ അതുകൊണ്ടാണ് എന്ന് കാണണം. പ്രവാചകനോട് ആദ്യം പറഞ്ഞ വർത്തമാനത്തിൽ തന്നെ ഖുർആനിൽ കാണാം, വസിയാബക ഫതഹിർ വറുജ്സ ഫഹ്ജുർ. ഇതിന് ആലങ്കാരികമായിട്ട് ഒരുപാട് അർത്ഥങ്ങളുണ്ടാവാം. പക്ഷെ നേർക്ക് നേരെ വസ്ത്രം വൃത്തിയാക്കണം, മാലിന്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം, ക്ലീൻലിനെസ്. ഇത് വെച്ചുകൊണ്ട് ഇസത്ത് ബെഗോവിച്ച് ചില ക്രിസ്ത്യൻ ആശ്രമക്രമങ്ങളിൽ ഹോളി അൺക്ലീൻലിനെസ് എന്നൊരു പദം NP മുഹമ്മദിൻ്റെ വിവർത്തനത്തിൽ ശുദ്ധമായ അശുദ്ധി എന്ന് അതിനെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട്. അതൊരിക്കലും ഒരു സൂക്ഷ്മമായ പരിഭാഷയാണെന്ന് തോന്നുന്നില്ല. കാരണം ഹോളി അൺക്ലീൻലിനെസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്നൊരു വികാരമല്ല ശുദ്ധമായ അശുദ്ധി. അതെന്താണെന്ന് മനസ്സിലാവുക പോലുമില്ല. ഒരുപക്ഷെ അത് വിവർത്തനത്തിൻ്റേതായ കുഴപ്പമായിരിക്കാം, അല്ലെങ്കിൽ ഭാഷയുടെ ഒരു അപര്യാപ്തതയുമാവാം. പൊതുവേ ലോസ്റ്റ് ഇൻ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് കവിതയിൽ മാത്രം ബാധകമായൊരു സംഗതിയല്ലല്ലോ. അപ്പോൾ എന്തായിരുന്നാലും ഈ പറയുന്ന ഹോളി അൺക്ലീൻലിനെസ് ഇത് ക്രിസ്ത്യൻ ആശ്രമക്രമങ്ങളിൽ മാത്രമല്ല ചില ഹൈന്ദവ സങ്കല്പങ്ങളിലും നിലനിന്നിരുന്നതായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഹൈന്ദവ സങ്കല്പങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ത്യയെ മൊത്തമായിട്ട് എടുത്തുകൊണ്ടാവാം. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കൺസെപ്റ്റ് കൂടുതലായിട്ടും കാണുന്നത് ജൈന സന്യാസിമാർക്കിടയിലാണ്. അത് എത്രത്തോളം എന്ന് വെച്ചാൽ ജൈന മതാചാര്യനായ മഹാവീരന് മലധാരി എന്നൊരു വിശേഷണം തന്നെയുണ്ട്. മലധാരി എന്ന് പറഞ്ഞാൽ മലം ധരിച്ചിരിക്കുന്നവനാണ്, പറഞ്ഞാൽ ശരീരത്തിൽ മാലിന്യം ധരിച്ചിരിക്കുന്നവൻ. അപ്പോൾ ഇതൊക്കെ പിൽക്കാലത്തുണ്ടായിട്ടുള്ള ചില സങ്കല്പങ്ങൾ മാത്രമാണ്. മഹാവീരൻ അങ്ങനെ ജീവിച്ച ഒരാളാണ് എന്ന് ഞാൻ കരുതുന്നില്ല. മഹാവീരനായാലും ശ്രീബുദ്ധനായാലും ക്രിസ്തുവായാലും നബി ആയാലും ഒക്കെ മനുഷ്യൻ്റെ വൃത്തിക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേസമയം ഇങ്ങനൊരു കൺസെപ്റ്റ് ഉണ്ട്, മലധാരിയായിക്കൊണ്ടാണ് അദ്ദേഹം ജീവിച്ചതെന്ന്. ഇവിടെ ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞു ചാസ്റ്റിറ്റിയും ക്ലീൻലിനെസ്സും തമ്മിലുള്ള വ്യത്യാസം എന്ന് തന്നെയുമല്ല, അൺക്ലീൻലിനെസ് എന്നത് ചാസ്റ്റിറ്റിയെ സൂചിപ്പിക്കുന്നു എന്ന ഒരു സങ്കല്പം. എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതും ഇസത്ത് ബെഗോവിച്ച് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ദ ഡിസ്റിഗാർഡ് ആൻഡ് ആക്റ്റീവ് നെഗ്ലക്റ്റ് ഓഫ് ദി ബോഡി, ശരീരത്തെ സംബന്ധിച്ചുള്ള അവഗണനയും അതിനോടുള്ള പരിഗണനയില്ലായ്മയുമാണ്. ശരീരത്തെ വളരെ മോശമായിട്ട് കണക്കാക്കുക എന്നുള്ളത് ഇത് വൈരാഗ്യ സങ്കല്പങ്ങളിലൊക്കെയുമുള്ളതാണ്. ശങ്കരാചാര്യരുടെ ഭജഗോവിന്ദം കവിതയിൽ ആ ഒരു കീർത്തനത്തിൽ നാരീസ്തനഭര നാഭീദേശം എന്ന് തുടങ്ങുന്നൊരു ഭാഗമുണ്ട്. സ്ത്രീയുടെ സ്തനവും അരക്കെട്ടും യോനിയുമൊക്കെ അതിനെക്കുറിച്ച് അങ്ങനെ പരാമർശിക്കുന്നത് കേവലം രക്തമാംസമജ്ജാദികളുടെ ഒരു സങ്കലനം മാത്രമാണ്. അതൊരു വൃത്തിഹീനതയുടെ നിന്ദ്യതയുടെ രൂപത്തിലാണ് അതിനെക്കുറിച്ച് പരാമർശിക്കുന്നത്. ആ ഒരു സങ്കല്പം മനസ്സിലുറപ്പിച്ചുകൊണ്ട് അതിൽ നിന്നൊക്കെ അതിനോടുള്ള എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും അങ്ങോട്ട് വിട്ടുമാറിപ്പോകണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഇത് പറയുന്ന ശരീരത്തെ അവഗണിക്കുന്നതിൻ്റെ അതിനോടുള്ള ഇപ്പറഞ്ഞ ആക്റ്റീവ് നെഗ്ലക്റ്റിൻ്റെ ഭാഗമാണ് എന്ന് കാണാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ശരീരത്തെ അവഗണിക്കുന്നിടത്താണ് ചാസ്റ്റിറ്റി നേടാൻ സാധിക്കുക എന്നത് ഒരു മതസങ്കല്പമാണ്. അതേസമയം അങ്ങനെ ഒരു സങ്കല്പം ഇസ്ലാമിൻ്റെ ഈ പറയുന്ന ആരാധനാക്രമങ്ങൾക്ക് അന്യമാണ്. അത് പഠിപ്പിക്കുന്നത് തന്നെയും അതല്ല എന്നുള്ളതാണ് ഇസത്ത് ബെഗോവിച്ച് ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്ന് കാണാം. അതോടൊപ്പം തന്നെ മറ്റു വിശദാംശങ്ങളിലേക്കും പോകുന്നുണ്ട്. നിസ്കാരം സ്വല എന്ന് പറയുമ്പോൾ നിജപ്പെടുത്തിയ സമയങ്ങളും നിർദ്ദിഷ്ട ദിശയുമുണ്ടതിന് എന്ന് പറയുമ്പോൾ അത് പ്രകൃതിയോടും അതിൻ്റെ ചലനങ്ങളോടും ബന്ധിതമാണ്. അത്രയേ ഉള്ളൂ. അതിനപ്പുറം ഈ ദിശക്ക് ആത്മീയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് ലൈസൽ ബിറാൻ തുവല്ലു വുജൂഹക്കും കിബിലൽ മശ്രിഖി വൽ മഗ്രിബ്,
നിങ്ങളുടെ മുഖം കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ തിരിച്ചു നിർത്തുന്നതിലൊന്നും പുണ്യമൊന്നുമില്ല. പുണ്യം യഥാർത്ഥത്തിൽ അത് തുടർന്ന് വരുന്ന കാര്യങ്ങളിലാകുന്നു. തുടർന്ന് വരുന്ന കാര്യങ്ങൾ അത് കേവലം മതപരം മാത്രമല്ല, സാമൂഹികവും കൂടിയാണ്. വിശുദ്ധ ഖുർആൻ്റെ പരാമർശം നോക്കിയാൽ. അതുപോലെ തന്നെ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ദിശയെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടെ വിജ്ഹ എന്നൊരു പ്രയോഗമുണ്ട്. എല്ലാ സമൂഹങ്ങൾക്കും അവരുടേതായൊരു വിജ്ഹയുണ്ട്. വിജ്ഹ എന്ന് പറഞ്ഞാൽ ഒരു അഭിമുഖീകരണ കേന്ദ്രം. മുസ്ലിങ്ങൾ കഅബയെ അഭിമുഖീകരിച്ചുകൊണ്ടാണല്ലോ പ്രാർത്ഥിക്കാറുള്ളത്. പക്ഷേ ഇവിടെ അത് മാത്രമല്ല വരുന്നത്. എല്ലാ സമൂഹങ്ങൾക്കും, ഓരോ ചെറിയ പാർട്ടികൾക്കും, സൊസൈറ്റികൾക്കും, ഓരോ കമ്മ്യൂണിറ്റികൾക്കുമൊക്കെ നിങ്ങൾ ചിലപ്പോൾ അതിൻ്റേതായ ലക്ഷ്യങ്ങളുണ്ടാവാം. അതേസമയം ഫസ്തബിക്കുൽ ഖൈറാത്ത്, നിങ്ങളുടെ വിജ്ഹ എന്ന് പറയുന്നത് നന്മകളാണ്. അവിടെ യഥാർത്ഥത്തിൽ കഅബ എന്ന് പറയുന്ന മൂർത്തത തന്നെയും അപ്രത്യക്ഷമാകുന്നു. പകരം നന്മകൾ എന്ന് പറയുന്ന ഒരാശയം പ്രത്യക്ഷപ്പെടുന്നു. ഈ സ്വഭാവത്തിൽ തന്നെയാണ് ഖുർആനും അതിനെ പഠിപ്പിക്കുന്നത് എന്ന് കാണാം. അപ്പോൾ ഇത്തരം കാഴ്ചപ്പാടുകളിലൂടെയാണ് ഇസ്സത്ത് ബഗോവിച്ച് കടന്നു പോകുന്നത്. അദ്ദേഹം അങ്ങനെ ജുമുഅയെ, വെള്ളിയാഴ്ചത്തെ ജുമുഅ നിസ്കാരത്തെ നാഗരികമോ രാഷ്ട്രീയമോ ആയ സ്വലാത്തായി തന്നെ വിശേഷിപ്പിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഈ സക്ക എന്ന് പറയുന്നൊരു സംഗതിയിലേക്ക് വരുന്നത്. അതിൻ്റെ പദം, അർത്ഥം, വിശകലനങ്ങൾ മുതലായവ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാം. അതിലേക്കൊന്നും നമ്മളിപ്പോൾ പോകുന്നില്ല. യഥാർത്ഥത്തിൽ സക്ക എന്ന് പറഞ്ഞാൽ ദാനമല്ല, മറിച്ച് സംസ്കരണമാണ്. സ്വല എന്നതിന് പ്രാർത്ഥന എന്നർത്ഥമില്ലാത്തതുപോലെ തന്നെ സക്ക എന്നതിന് ദാനമെന്നും അർത്ഥമില്ല. അതിൻ്റെ വിപുല രൂപങ്ങളെ ഇപ്പോൾ പരാമർശിക്കുന്നില്ല. അതേസമയം തന്നെ സകാത്തിൻ്റെ സാമൂഹികമായ മാനം, അതോടൊപ്പം അതിൽ ഉൾച്ചേർന്നിരിക്കുന്ന പ്രാർത്ഥനയുടെ ആധ്യാത്മികതയുടെ വശം, ഇത് രണ്ടും വളരെ കൃത്യമായിട്ട് ഇസ്സത്ത് ബഗോവിച്ച് ചൂണ്ടിക്കാണിക്കുന്നു. എന്നിട്ട് പറയുന്നു, പ്രാർത്ഥനയെ സ്വലാത്താക്കിയ അതേ ലോജിക്ക്, ദ സെയിം ലോജിക്ക് വിച്ച് ഹാഡ് ടേൺ പ്രെയർ ഇൻ ടു സല നൗ ടേൺ ആംസ് ഇൻ ടു സക. പ്രാർത്ഥനയെ സ്വലാത്താക്കി മാറ്റിയ അതേ യുക്തി തന്നെ ദാനധർമ്മങ്ങളെ സക്കാത്താക്കി മാറ്റുന്നു. ആൻഡ് ഇൻ ദ ഫൈനൽ റിസൾട്ട് റിലിജ്യൻ ഇൻ ടു ഇസ്ലാം. അന്തിമമായിട്ടുള്ള ഫലത്തിൽ മതം എന്ന് പറയുന്നത് ഇസ്ലാമായി മാറുന്നു. മതമായിട്ട് തന്നെ നിലകൊണ്ടാൽ അത് ഇസ്ലാം ആവില്ല, അത് ഇസ്ലാമായി മാറുകയാണ്. പ്രാർത്ഥനയെ എவ்விധം സ്വലാത്താക്കിയോ ദാനത്തെ എவ்விധം സക്കാത്താക്കിയോ അതുപോലെ മതത്തെ ഇസ്ലാമാക്കി മാറ്റുന്നു എന്നാണ് അദ്ദേഹം പരാമർശിക്കുന്നത്. സക്കാത്തിനെ സംബന്ധിച്ച് അത് ചർച്ച ചെയ്യുമ്പോൾ ദുരിതത്തെക്കുറിച്ചുള്ള ധാരാളം ചിന്തകൾ വരുന്നുണ്ട്. ദുരിതം എന്നതിൻ്റെ സാമൂഹികവും ആത്മീയവുമായ വിശകലനങ്ങൾ. ദാരിദ്ര്യം എങ്ങനെയാണ് ഒരു പാപമായി തീരുന്നത്? ദാരിദ്ര്യം അത് അനുഭവിക്കുന്നവൻ്റെ പാപമല്ല, മറിച്ച് അതിനെ ഉന്മൂലനം ചെയ്യാൻ സാധിക്കുന്നവൻ്റെ പാപമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സക്കാത്ത് എന്നതിന് പശ്ചാത്താപത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റേതുമായ ഒരു തലം കൂടി വരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നു, ഉൽപ്പന്നങ്ങളുടെയോ ഉത്പാദനോപകരണങ്ങളുടെയോ ഉടമാവകാശം മാറുന്നത് കൊണ്ട് മാത്രം ഒരിക്കലും ദാരിദ്ര്യം പരിഹൃതമാവുകയില്ല, ദുരിതം അവസാനിക്കുകയില്ല. അപ്പോഴും വിദ്വേഷം, ചൂഷണം, അധീശത്വം എന്നിവ മനുഷ്യൻ്റെ ആത്മാവിൽ അകത്ത് ശേഷിക്കുകയാണെങ്കിൽ, അപ്പോൾ സ്വാഭാവികമായിട്ടും സക്കാത്ത് എന്ന് പറയുന്നത് അത് കേവലം ഒരു കൈമാറ്റമല്ല. പീപ്പിൾ ആർ മിറേർഡ് ഇൻ സക്കാത്ത്. സക്കാത്തിൽ ജനങ്ങൾ പ്രതിഫലിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. സക്ക ഇസ് എ ഗ്രേറ്റ് റിവർ ഓഫ് ഗുഡ്സ് ഫ്ലോയിങ് ഫ്രം ഹാർട്ട് ടു ഹാർട്ട്, ഫ്രം മാൻ ടു മാൻ. ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഒഴുകുന്ന, മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് ഒഴുകുന്ന ഒരു ഉൽപ്പന്നങ്ങളുടെ മഹാനദി, ഒരു പ്രവാഹമാണ് യഥാർത്ഥത്തിൽ സക്ക എന്നാണ്. സക്ക എലിമിനേറ്റ്സ് പോവർട്ടി എമംഗ് ദ പുവർ ആൻഡ് ഇൻഡിഫറൻസ് എമംഗ് ദ റിച്ച്. സക്കാത്ത് ഇല്ലാതാക്കുന്നത് പാവങ്ങൾക്കിടയിലുള്ള ദാരിദ്ര്യത്തെയും സമ്പന്നർക്കിടയിലുള്ള നിസ്സംഗതയുമാണ്. രണ്ടു കൂട്ടരിലും ബാധ്യതകൾ ഉണ്ടാക്കുന്നു. അസമത്വങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നു. ഒരു ദാനം എന്ന കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഇതൊന്നും തന്നെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുകയില്ല. ഇവിടെ യഥാർത്ഥത്തിൽ അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം ജനങ്ങൾക്കിടയിലുള്ള ഭൗതിക ഭിന്നത ഇല്ലാതാക്കുക എന്നതോടൊപ്പം തന്നെ അവരെ അന്യോന്യം ആത്മീയമായി അടുപ്പിക്കുക എന്നതുകൂടിയാണ്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ടാണ് സക്കാത്തിനെ പറയുന്നത്. ഇപ്രകാരം തന്നെ 5 പില്ലേഴ്സ്, പഞ്ചസ്തംഭങ്ങൾ എന്നതിൽ എണ്ണപ്പെടുന്ന മറ്റനുഷ്ഠാനങ്ങളെയും പ്രധാനമായും സാമൂഹികമായ ബാധ്യതകളുമായി ചേർത്ത് വിശകലനം ചെയ്യുന്നു. നോമ്പിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞു. അത് വ്യക്തിപരമായ അനുഭവം എന്ന നിലക്ക് തന്നെ യൂണിറ്റി ഓഫ് അസെറ്റിസിസം ആൻഡ് ജോയ്, അത് സന്യാസത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഭൗതികാഹ്ലാദത്തിൻ്റെയും ഒരു സമ്മേളനമാണ് എന്ന് പറയുന്നതോടൊപ്പം അതിൽ കടമകൾക്ക് നേരെയുള്ള പരസ്യലംഘനങ്ങൾക്കെതിരായ അതിശക്തമായ പ്രതികരണവും കൂടിയുള്ളതായി ഇസ്സത്ത് ബഗോവിച്ച് രേഖപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം ഷഹാദത്ത്, അതും
അനുഷ്ഠാനമാണ്. അതാണ് ഒന്നാമത് പറയാറുള്ളത്. അത് സാക്ഷ്യമാണ്. ഈ സാക്ഷ്യത്തെ സംബന്ധിച്ച് പറയുന്നത് വിശ്വാസത്തിൻ്റെയും പ്രഖ്യാപനത്തിൻ്റെയും വശങ്ങളെ ചേർത്തുകൊണ്ടാണ്. ഏറ്റവും അവസാനം ഹജ്ജിനെ വിശകലനം ചെയ്യുമ്പോഴും ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ സമഗ്രതയെ നമ്മൾ കാണുക. അദ്ദേഹം ഒരിടത്ത് പറയുന്നത് ഇറ്റ് ഈസ് ക്ലിയർലി എ റിലീജിയസ് റൈറ്റ്. അത് വളരെ പ്രകടമായി ഒരു മതപരമായ അനുഷ്ഠാനം തന്നെയാണ്. ബട്ട് വൺ ഇസ്ലാം ഓൾ ഇൻ വൺ. എന്നാൽ ഇസ്ലാമിനെ മുഴുവനായിട്ടും ഉൾക്കൊള്ളുന്ന ഒരു ആശയമാണത്. അത് കേവലം ഒരു അനുഷ്ഠാനമല്ല, മറിച്ച് അതൊരു ആശയം തന്നെയാണ്. വീണ്ടും പറയുന്നു എ റിലീജിയസ് റൈറ്റ്. അതൊരു മതപരമായ അനുഷ്ഠാനമാണ്. എ ട്രേഡ് ഫെയർ ആൻഡ് എ പൊളിറ്റിക്കൽ ഗ്യാതറിങ് എറ്റ്സെട്ര എറ്റ്സെട്ര. അത് മതപരമായൊരു അനുഷ്ഠാനമാണ്, അതോടൊപ്പം അതൊരു വ്യാപാരോത്സവമാണ്, ഒരു രാഷ്ട്രീയമായ കൂടിച്ചേരലാണ്, അതിനപ്പുറം പലതുമാണ് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അപ്പോൾ അത് ഇസ്ലാമിൻ്റെ ഈ പറയുന്നൊരു സമഗ്രതയെ സൂചിപ്പിക്കുന്നു എന്ന് തന്നെ പറയുന്നു. ഈ ഒരു ലോജിക്കൊക്കെയും വെച്ചുകൊണ്ട് ഈ ഒരു ദ്വിധ്രുവ ഐക്യത്തെ, ഏകീകരണത്തെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ നമ്മളെ ഒരു വെൽ ഫൗണ്ടഡ് തോട്ടിലേക്ക്, വളരെ ഭദ്രമായ അടിത്തറയുറപ്പിക്കപ്പെട്ട ചിന്തകളിലേക്കും അങ്ങനെയുള്ള ജീവിതത്തിലേക്കും നയിക്കും എന്ന ഒരാശയമാണ് അദ്ദേഹം ആ ഭാഗത്ത് മുന്നോട്ട് വെക്കുന്നത് എന്ന് കാണാം. അപ്പോൾ കേവലമായ ആത്മീയാനുഷ്ഠാനങ്ങൾ എന്നതിൽ നിന്ന് വിട്ടിട്ട് അതിൻ്റെ സാമൂഹികവും വൈയക്തികവുമായ, അതുപോലെ തന്നെ ഭൗതികവും ആധ്യാത്മികവുമായിട്ടുള്ള എല്ലാ തലങ്ങളെയും വിശകലനം ചെയ്തുകൊണ്ട് ഇപ്പറയുന്ന ദ്വിധ്രുവതയെ സ്ഥാപിക്കുവാൻ ഇസ്സത്ത് ബെഗോവിച്ച് ആ ഭാഗത്ത് പരിശ്രമിക്കുന്നതായിട്ട് കാണാം. തുടർന്ന് അങ്ങോട്ടുള്ള ഇസ്ലാമിൻ്റെ എല്ലാ ആശയങ്ങളെയും നമുക്ക് അങ്ങനെ തന്നെ വായിക്കാനും സാധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എല്ലാവർക്കും നന്മ നേരുന്നു. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.